പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ VC സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ വിവരം ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. MR ശശീന്ദ്രനാഥിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നിർണായകമായ നീക്കമുണ്ടാകുന്നു. ചാൻസലറായ ഗവർണറുടെ ഭാഗത്തുനിന്ന് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെന്ന് കൂടി ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഗവർണറുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇക്കാര്യം ചാൻസലറായ ഗവർണർ വിശദീകരിച്ചത്. പൂക്കോടുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ നടപടി എന്നുകൂടി ഗവർണർ വിശദീകരിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഷഫീദ് റാവുത്തർ വച്ചിരുന്നുണ്ട്. ഷഫീദ്, ഈ നമുക്കറിയാം നേരത്തെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് വളരെ വേഗത്തിലുണ്ടാകുന്ന ഒരു നടപടി, ഗവർണർ അധികാരം പ്രയോഗിക്കുന്നു ചാൻസലർ എന്നുള്ള നിലയ്ക്ക്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ നീക്കത്തിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ ഈ മരണത്തിൽ ഏതെങ്കിലും സിദ്ധാർത്ഥിന്റെ മരണം അതിൽ സർവകലാശാല അധികൃതരുടെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെന്നും ചാൻസലർ ഇപ്പോൾ വ്യക്തമാക്കി. അതൊരു ചെറിയ നടപടിയായി കണക്കാക്കാൻ കഴിയില്ല. മാത്രമല്ല പോലീസിനെ അടക്കം കുറ്റം പറയാനില്ലെന്നും അതിൽ വലിയ വീഴ്ച പലരുടെയും ഭാഗത്ത് നിന്നും സംഭവിച്ചു എന്നുള്ള കാര്യമടക്കം ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കാനായി ഈ ചാൻസലർ കൂടിയായ ഗവർണർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ സംഭവങ്ങൾ, അതായത് കോളേജിൽ റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടും ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ചുള്ള അറിവ് സർവകലാശാല അധികൃതർക്ക് ഉണ്ടായിട്ടില്ല. മാത്രമല്ല SFIയുടെ സ്വൈരി വിഹാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്ന നടപടി അത് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതടക്കം ഗൗരവമായി പരിഗണിക്കുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. മാത്രമല്ല സിദ്ധാർത്ഥിന്റെ മരണം അത് റാഗിംഗ് അല്ല, അത് കൊലപാതകമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് വ്യക്തമാക്കുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു. സർവകലാശാല അധികൃതർ ഈ സംഭവം അറിയാതെ പോയത് കുറ്റകരമായിട്ടുള്ള വീഴ്ചയാണ്. കൂടാതെ കോളേജ് ഹോസ്റ്റലുകൾ SFI അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളായി മാറ്റുന്നുവെന്നും വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അത് ആ പശ്ചാത്തലത്തിൽ വെറ്ററിനറി സർവകലാശാല VCയെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു എന്നുള്ള കാര്യം കൂടി ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നതായാലും കഴിഞ്ഞ ദിവസം ഗവർണർ നേരിട്ട് സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ച അദ്ദേഹം എന്ന് പറഞ്ഞ കാര്യം മാതാപിതാക്കളുടെ അടക്കം അനുഭവിക്കുന്ന വിഷമം അതൊരു വലിയ വിഷമമാണ്, തീരാ സങ്കടമാണ്. അക്കാര്യം ഗൗരവം കാണണം, സ്റ്റേറ്റ് അക്കാര്യത്തെ പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷമാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർണായകമായ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.